ഇടുക്കി മാങ്കുളത്തുനിന്നും അടിമാലിയിലേക്ക് എത്തുന്നതിനുള്ള ദൂരം കുറഞ്ഞ റോഡിന്റെ ഭാഗമായ കൊരങ്ങാട്ടി പ്ലാമല റോഡിന്റെ അറ്റകുറ്റപ്പണികളിൽ അശാസ്ത്രീയതയെന്ന് ആക്ഷേപം. ഉറപ്പില്ലാത്ത മണ്ണിന് മുകളിൽ മെറ്റൽ നിരത്തി ടാറിംഗ് നടത്തിയതാണ് ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു കൊരങ്ങാട്ടി പ്ലാമല റോഡിൽ റീടാറിംഗ് ജോലികൾ നടത്തിയത്. എന്നാൽ നടത്തിയ അറ്റകുറ്റപ്പണികൾ ചില ഭാഗത്ത് വേണ്ട വിധമല്ല ചെയ്തതെന്നാണ് ആക്ഷേപം. ഉറപ്പില്ലാത്ത മണ്ണിന് മുകളിൽ മെറ്റൽ നിരത്തി ടാറിംഗ് നടത്തിയതായാണ് ആക്ഷേപം. ഇത് കണ്ടോ, ഇന്നലെ ടാർ ചെയ്തതാ. പൊടിമണ്ണിന്റെ മേളിലേക്ക് വെറുതെ ടാർ ഒഴിച്ച് കണ്ടോ, കമ്പിന് കുത്തിയാൽ ഇന്നലെ ഇട്ടതാണ്, സെറ്റായിട്ടില്ല. കണ്ടോ, കമ്പിന് ഇങ്ങനെ കൈക്ക് അധികം വിലവൊന്നുമില്ല, വെറുതെ പിടിച്ചപ്പോൾ പോകണുണ്ടോ പൊടിമണ്ണ്. കണ്ടോ, ആദിവാസി മേഖലയിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന റോഡിന്റെ റീടാറിംഗ് ജോലികൾ വീഴ്ച വരുത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇത് നിരവധി ആദിവാസി മേഖലകൾ ഉൾപ്പെടെയുള്ള പ്രദേശമായതിനാൽ ഇതിനെ ചോദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിനോ ആളുകളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കരാറുകാരൻ എല്ലാ വർഷവും ആളുകളുടെയും ഉദ്യോഗസ്ഥരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജോലികൾ പൂർത്തീകരിച്ച് ബില്ലും മാറുന്ന പ്രവണതയാണ് കാണുന്നത്. ഈ വർഷം മാത്രം ഏകദേശം 15.64 ലക്ഷം രൂപ ഇതിന് ബില്ല് മാറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അന്യായമായി പൈസ കൊണ്ടുപോകുന്നതിന് സമ്മതിക്കാത്ത രീതിയിൽ ഇതിന് കൃത്യമായ ഉദ്യോഗസ്ഥർ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഈ ബിൽ തുക തടഞ്ഞു വെച്ച് നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നിർമ്മാണ പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള റോഡാണിത്. മാങ്കുളത്ത് നിന്നും അടിമാലിയിലേക്ക് എത്തിക്കാനുള്ള ദൂരം കുറഞ്ഞ റോഡിന്റെ ഭാഗമാണ് കൊരങ്ങാട്ടി പ്ലാമല റോഡ്. നിലവിൽ മാങ്കുളത്ത് നിന്ന് അടിമാലി, കോതമംഗലം, തൊടുപുഴ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒട്ടുമിക്ക വാഹനങ്ങളും ഇപ്പോൾ പീച്ചാട്, പ്ലാമല വഴി കുരങ്ങാട്ടിലെത്തിയാണ് കടന്നുപോകുന്നത്. ആഴ്ചയിൽ നിരവധി KSRTC ജംഗിൾ സഫാരി ബസ്സുകളും മറ്റ് വിനോദസഞ്ചാര വാഹനങ്ങളും ഭാരവാഹനങ്ങളുമൊക്കെ ഇതുവഴി കടന്നുപോകുന്നു. ചില സ്വകാര്യ ബസ് സർവീസും ഈ റൂട്ടിൽ നടക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.